ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഫൺ മീഡിയയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ജനു ഭയങ്കര പഠിപ്പിലാണ്. ഈ പഠിപ്പ് നാളെ ജനുവിന് പ്രാക്ടീസ് ഇതെന്താ ഹാജരാക്കേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമാണ്. പക്ഷെ അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഒരു സ്റ്റോറി, ഒരു കഥ സൊല്ലട്ടുമാ. അപ്പോൾ ഒരു കഥ പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, കഥ പറ്റേ. സോ ബേസിക്കലി ഞാൻ ഗോവയിൽ 6th ഗ്രേഡ് പഠിക്കുമ്പോൾ ഫിഫ്ത്തും സിക്സ്ത്തും പഠിക്കും ആ ഒരു സമയത്ത് ഞങ്ങൾ ബ്ലൂംസ് ഇൻ്റർനാഷണൽ പറഞ്ഞിട്ടുള്ള സ്കൂളിലായിരുന്നു. സോ അവിടെ അവിടെ ഒരു ഏരിയ ഉണ്ട്. അവിടെ ഞങ്ങളെല്ലാവരും റെസ്ട്രിക്ട് ചെയ്യും, അങ്ങോട്ടേക്ക് പോകരുതെന്ന് പറയും. സ്കൂളിൽ ലിഫ്റ്റ് ഉണ്ട്, സ്റ്റുഡൻസ് പോകാൻ അലൗഡ് അല്ല, ആരും പോകാൻ അലൗഡ് അല്ല ആ ലിഫ്റ്റിലോട്ട്. പിന്നെ എന്തിനാണ് ആ ലിഫ്റ്റ് ഞങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ അവിടെ പോയി. സ്കൂളിൽ ക്യാൻറ്റീന് തുടങ്ങാണ് എന്നൊരു 3-4 വർഷത്തോളം അവർ പറഞ്ഞു. ക്യാൻറ്റീന് ബിൽഡായില്ല. അതൊക്കെ കൂടി അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കില്ലാടികൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോയി. ഞങ്ങൾ സ്കൂൾ ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാവും, സാധാ ഗ്രൗണ്ട്. ഞങ്ങളത് ഒരു മലൻ്റെ മുകളിലുണ്ടാവാം. അപ്പോൾ അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ അത് ഇവിടുത്തത് ഗോവത്തത് ബ്ലൂംസ്. സോ അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫ്ലോർ ഉണ്ടാവും, അതായത് ടോപ്പ് ഗ്രൗണ്ടിൽ ഒരു ഫ്ലോർ ഉണ്ട്, പിന്നെ ബാക്കിയുള്ളതൊക്കെ താഴോട്ടാണ്, അണ്ടർഗ്രൗണ്ട് സ്കൂളാണ്. അപ്പം ഞങ്ങൾ ഏറ്റവും അടിയത്തെ ഫ്ലോറിലോട്ട് പോയി. എപ്പോഴും ഡാർക്കാണ്. അപ്പം ഞങ്ങൾ അവിടെ ഒരിക്കൽ പോയപ്പോൾ ഞാൻ നടന്നെത്തുന്ന നേരം കൊണ്ട് എല്ലാം തിരിച്ചോടി വന്നു. അങ്ങനെ 2ാമത്തെ ദിവസം ഞങ്ങൾ പിന്നെയും പോയി. പക്ഷെ ആ ഒരു സ്ഥലം ക്രോസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു പേടി. അവിടെ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുടാണ്, അപ്പോൾ ഒന്നും കാണത്തില്ല. അപ്പൊ ഞങ്ങൾ ഒരിക്കൽ ലിഫ്റ്റ് തുറന്നപ്പോൾ ലിഫ്റ്റിന്റെ ഉള്ളിൽ ഒരു ക്രാഡൽ കണ്ടു. ആ സംഭവം അല്ല അത് ആ ബ്ലാക്ക് സ്റ്റാൻഡില്ലേ, തൊട്ടില് ബേബീസിനെ കിടക്കുന്ന സംഭവം, അതന്നെ ആ സംഭവം കണ്ടു. ലിഫ്റ്റ് പെട്ടെന്ന് അങ്ങ് പൂട്ടി. ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതാവും, അതേമാതിരി തന്നെ എല്ലാവരും വിചാരിച്ചു തോന്നി. ഞങ്ങൾ തിരിച്ചു പോയി. എന്നിട്ട് പിന്നെ അടുത്ത ദിവസം പിന്നെയും വന്നു. അടുത്ത ദിവസം വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ ലാബിൽ നിന്ന് ക്ലാസ് റൂമിലോട്ട് പോകാനൊരു വഴിയുണ്ട്. എല്ലാവരും അതിലൂടെ പോകുമ്പോൾ വേഗം എത്തുമല്ലോ, അടുത്ത പീരീഡ് മാത്താണ്. അപ്പം മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അതിലേ പോവാതെ ഇതിലേ ചുറ്റി നേരെ ക്ലാസ്സിലോട്ട്. അപ്പോൾ ആ ചുറ്റുന്ന നേരം കൊണ്ട് ആ ക്യാൻറ്റീൻ ബിൽഡ് ചെയ്യാൻ പോകുന്ന സ്ഥലം ഞങ്ങൾ ഇങ്ങനെ എത്തി നോക്കി. സോ ബേസിക്കലി ഞങ്ങൾ അവിടെ കണ്ടെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ലിഫ്റ്റിൽ കണ്ട അതേ സെയിം ക്രാഡൽ തന്നെ അവിടെ കണ്ടു. ആ ക്രാഡൽ ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കാം, അതന്നെ. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കാം. കുട്ടിന്റെ ഒച്ചയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല. ദാറ്റ്സ് വാട്ട് ഹാപ്പൻ. പകലാണ്. പക്ഷെ ഞങ്ങളിങ്ങനെ കുറേ നോക്കി എന്താ സംഭവം. 1 മാസത്തോളം ഞങ്ങൾ ഇതിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആരും അറിയിച്ചില്ല, പക്ഷെ ഞങ്ങൾ മെല്ലെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അറ്റ് ലാസ്റ്റ് ഒരു കുട്ടി ലാസ്റ്റിൽ പെട്ടെന്ന് കണ്ടിട്ട് അവന് പേടിയായിട്ട് പിന്നെ പനിച്ചിട്ട് 10 ദിവസത്തിന് സ്കൂളിൽ വന്നില്ല. സംഭവം എന്താ വെച്ചാൽ അവിടെ ഒരു ലേഡി അതിൻ്റെ കൊച്ചിനെ ഇങ്ങനെ കളിപ്പിച്ച് അതിനെടുത്ത് നടക്കുന്ന ഒരു സീനാണ് അവൻ കണ്ടതെന്ന് പറഞ്ഞു. അത് കണ്ട് പേടിച്ചിട്ട് പാവം 10 ദിവസം സ്കൂളിൽ വന്നില്ല. അപ്പൊ ബ്ലൂംസ് സ്കൂളിൽ അപ്പൊ ഞങ്ങൾ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി പഠിക്കുന്ന ബ്ലൂംസ് സ്കൂൾ എവിടെയാണ്? ഗോവ കറക്റ്റ് സ്പോട്ട് എവിടെ? ഗോവ ബ്ലൂംസ് എവിടെയാണെന്നുള്ളത് എനിക്ക് സ്ഥലം ഓർമ്മയില്ല. മഡ്ഗാവിൽ എവിടെയാണ്, കുറച്ചായി ഞാൻ അവിടുന്ന് വിട്ടു. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണവരൊക്കെ ഞങ്ങള് ലാസ്റ്റ് എന്ത് ചെയ്തു, സ്കൂളിലെ ഗാർഡനർ ഉണ്ട്. അവരെന്ന് വെച്ചാല് സ്കൂളിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നതാ പഴയ ആൾക്കാർ. അപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരൊന്നും പറഞ്ഞു തരുന്നില്ല. അപ്പോൾ ഈ ഒരു ഗാർഡനർ അങ്കിള് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ ചോദിക്കുന്ന എല്ലാ പൊട്ടത്തരത്തിനും ആൻസർ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആ അങ്കിളിന് നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരം ഇല്ലാണ്ടിരിക്കൂല. അപ്പൊ ഞങ്ങള് ഇത് സീരിയസ് ആയതുകൊണ്ട് വേഗം പോയി. ആദ്യം വിചാരിച്ച എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറയും, പക്ഷെ പിന്നെ അയാൾ പറയാൻ തുടങ്ങിയപ്പോൾ പിന്നെ എന്തൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. സോ ബേസിക്കലി ആ ഒരു ഏരിയ ആദ്യം ഒരു കാലി ഏരിയ ആയിരുന്നു. അവിടെ ഒരു മൗണ്ടൻ, ഞാൻ പറഞ്ഞില്ല, ഒരു മൗണ്ടൻ ആണത്. അവിടെ ആ ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുന്ന് താഴെ കുറച്ച് പോയാലാണ് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അവിടെ ഞങ്ങളെ ക്ലാസ് റൂമിന്റെ ഉള്ളിൽ മങ്കി, പീകോക്ക്, പിന്നെ കുല്ലില്ലേ, ആ കുയിലും വരും കേട്ടോ. അല്ല, ഒരു കുഞ്ഞി കോഴി മാതിരത്തെ ഒരു സംഭവം, സംഭവം
അതന്നെ. അപ്പൊ ക്വില്ല് വരും. അപ്പൊ ഈ സംഭവം ഇതൊക്കെ ഇങ്ങനെ വന്നേക്കും. അപ്പൊ സംഭവം എന്താ വെച്ചാല് ഈ അങ്കിള് പറഞ്ഞു ഈ സ്കൂള് ബിൽഡ് ചെയ്യുന്നതിന്റെ മുന്നേ കുറേ മുന്നേ ഒരു എന്താ പറയാ ഒരു ബ്രിട്ടീഷ് എന്ന് പറഞ്ഞ ഗോവ മൊത്തത്തിൽ 420 ഇയേഴ്സ് മൊത്തത്തിൽ പോർച്ചുഗീസ് ആണല്ലോ റൂൾ ചെയ്തത്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു പോർച്ചുഗൽ സിറ്റിസൺ ഗ്രൂപ്പായിട്ട് ഒരു 3 to 4 ആൾക്കാരുണ്ടാവും. ഗ്രൂപ്പായിട്ട് ഒരു 2 ലേഡീസിനെ റേപ്പ് ചെയ്തിട്ട് മർഡർ ചെയ്തു. അതിൽ ഒന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു. പ്രഗ്നൻ്റ് ആയിട്ടും അതിനെ റേപ്പ് ചെയ്തിട്ട് കൊന്നു. അവരെന്ന് വെച്ചാല് പീഡിപ്പിച്ചു കൊന്നു. ഓൾറെഡി പ്രഗ്നന്റ് ആയ സ്ത്രീയെ പീഡിപ്പിച്ചു കൊന്നു. അപ്പൊ ഈ ലേഡി എന്ന് വെച്ചാല് കൊല്ലാനുള്ള കാരണം എന്ന് വെച്ചാല് ഈ ലേഡീന്റെ ഫാദർ അവരൊക്കെ ഗോവയിൽ തന്നെ ജനിച്ച് ആക്ച്വലി ഗോവയിൽ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. അപ്പൊ വലിയ ഫാമിലിയിൽ പെട്ട ആൾക്കാരാണ്. അപ്പൊ അവരെ എന്താ പറയാ ലാൻഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, അവരുടെ അടുത്ത് ചോദിച്ചു. ആദ്യം നല്ലപോലെ ചോദിച്ചു. അപ്പൊ ദെൻ അവർ റെഡി ആയില്ല. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരാൾക്ക് അവരെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. ദെൻ സ്റ്റിൽ ഈ ലേഡി റെഫ്യൂസ് ചെയ്തു, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഈ സ്വത്തും സാധനങ്ങളൊന്നും കിട്ടൂല, സ്ഥലം കിട്ടൂല, പൈസ കിട്ടൂല എന്നൊക്കെ മനസ്സിലായപ്പോൾ ഔട്ട് ഓഫ് നോവെയർ അവർ ഇതിനെ കൊല്ലാൻ നിന്നു. അപ്പോൾ ആക്ച്വലി ഈ ലേഡി മറ്റേ പെണ്ണ് ഇതിൻ്റെ സ്വന്തം സിസ്റ്ററാണ്. സ്വന്തമാണോ കസിനാണോന്ന് ഓർമ്മില്ല, സിസ്റ്ററായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർ രണ്ടിനെയും കൊന്നു. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ചെറുതും ഒന്ന് മറ്റേ അമ്മ ആവാൻ പോയതുമാണല്ലോ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അവർ കൊന്നിട്ട് കുട്ടീനെ പുറത്തെടുത്തു. കുട്ടിക്ക് ജീവനുണ്ടായി. ബട്ട് കുട്ടീനെ ജീവിക്കാൻ അനുവദിക്കാതെ കുട്ടീനെയും കൂടിയും കൊന്നിട്ടു. സോ അവർ 3 എണ്ണത്തിനെയും കൂടി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ അടിയിൽ, അവിടെ സ്കൂൾ വരുന്നുള്ളത് ആർക്കും അറിയില്ല, അവർ ആ ഒരു ഏരിയയിൽ കുഴിച്ചിട്ടു. അപ്പോൾ ഇത് ഈ ഒരു കാരണത്തോടെ ഈ സ്ഥലത്തിൻ്റെ ഓണറിന് സ്ഥലം വിറ്റു പോകുന്നില്ല. അപ്പോൾ അവർ കുറേ ട്രൈ ചെയ്ത് അങ്ങനെ ആരും അറിയാതെ അത്രയും വലിയ സ്ഥലത്തിന് കോടികൾ വില മതിക്കുന്നിടത്ത് ചിലപ്പോൾ വില കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ബുദ്ധിയാണ്. അപ്പൊ ഇവരെന്ത് ഈ സ്കൂളിന്റെ ആൾക്കാർ ശരിക്കും പെട്ടുപോയതായിരുന്നു ഈ സംഭവത്തിൽ. അവർക്ക് അറിഞ്ഞില്ല. ഇവരിതൊക്കെ ഹൈഡ് ചെയ്തു. അവിടെയുള്ള നാട്ടിൽ ആ ഒരു ഏരിയത്തെ ആൾക്കാരടക്കം അത് ഹൈഡ് ചെയ്തു. അപ്പോൾ ഹൈഡ് ചെയ്തപ്പോൾ അവർക്ക് അറിയില്ല. അവർ സ്കൂൾ ബിൽഡ് ചെയ്തു. സ്കൂൾ 2 വർഷം 3 വർഷമൊക്കെ നല്ലപോലെ പോയി. പിന്നെ അവിടെ ക്യാൻറ്റീൻ ബിൽഡ് ചെയ്യുമ്പോൾ ക്യാൻറ്റീൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഏരിയ ക്യാൻറ്റീന് ഓൾമോസ്റ്റ് ഡൺ ആവും, പൊട്ടിയൊഴുകും, പിന്നെ ഇതാവും. അങ്ങനെയാണ് സംഭവം. ലിഫ്റ്റ് വർക്കാവും, പക്ഷെ ലിഫ്റ്റിൽ 3-4 പ്രാവശ്യം ആൾക്കാർ കുടുങ്ങി. അപ്പോൾ അവർ ലിഫ്റ്റിലോട്ട് ആരും വിടൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ആ ഒരു ഫ്ലോർ മൊത്തത്തിൽ അബാൻഡൻഡ് ആയി. ആരും അങ്ങോട്ട് പോകില്ല, ഐസൊലേറ്റഡ് ഏരിയ ആയിപ്പോയി അത്. അപ്പോൾ ആരും അങ്ങോട്ടേക്കുള്ളിൽ പോയി നോക്കാൻ ഒന്നിനും കാണിക്കില്ല. ഞങ്ങളൊക്കെ പോയി ഇതാക്കിയപ്പോൾ ടീച്ചറിന് എങ്ങനെയൊക്കെയാ മനസ്സിലായി. കുറച്ച് ചീത്ത കുറച്ച് കേൾക്കേണ്ടി വന്നു. പോരുതെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ എന്നിട്ടും കേട്ടില്ല. ഞങ്ങൾ അങ്ങോട്ടേക്ക് പിന്നെയും പോയി. ഞങ്ങൾ ചെയ്ത വേറൊരു വേണ്ടത്, ഞാനല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത വേറൊരു വേണ്ടത്. ഞങ്ങൾ കണ്ടിട്ട് ഹായ് ആൻറ്റി, ഐ ഫീൽ സോ സാഡ് ഫോർ യു ബട്ട് സ്റ്റിൽ വി ലവ് യു, ഓക്കെ ടേക്ക് കെയർ ബൈ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയി. ആൻഡ് ദെൻ അവിടുന്ന് ഈ കുട്ടി ആ പ്രേതത്തിൻ്റെ അടുത്ത് അങ്ങനെ അങ്ങ് പറഞ്ഞോണ്ടെന്ന്. പിന്നെ ഞങ്ങൾ കുറേ ലെറ്റേഴ്സ് ഇങ്ങനെ എഴുതി വെറുതെ അതിൻ്റെ ഉള്ളിൽ ജീവനുള്ള ആളാണോ, അതോ മരിച്ചിട്ടുള്ള പ്രേതാണോ, അതോ ഞങ്ങൾക്ക് തോന്നുന്നതാണോ, അതോ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ളതൊന്നും അറിയില്ല. പ്രേതം ഉണ്ടോ ഇല്ലേ, ആത്മാക്കൾ ഉണ്ടോ ഇല്ലേ എന്നതിൽ കമൻസ് ഇടണം. ഞങ്ങൾക്ക് ഇത് അറിയാലോ. കാരണം ചിലർ കൊണ്ട് ആത്മാവില്ലേ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കഴിഞ്ഞു. ചിലർ ആത്മാവുണ്ട് പറഞ്ഞിട്ട് പ്രേതം ഉണ്ട് പറഞ്ഞിട്ട് ഇപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങനെ പേടിപ്പെടുത്തുക. എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിലും പ്രേതം എന്ന് വെച്ചാൽ എന്താ പറയുക, എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്നത്, വൈറ്റ് ഡ്രസ്ഡ്, ഫുൾ ഓപ്പൺ ഹെയർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ബട്ട് എനിക്ക് അങ്ങനെയായിട്ട് തോന്നിയിട്ടില്ല. പ്രേതങ്ങൾ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ല, പ്രേതങ്ങൾ നല്ലതാണ്. പ്രേതങ്ങൾ അവരെ ഉപദ്രവിച്ചവരാണ് അവർ ഉപദ്രവിക്കുള്ളൂ, അല്ലാതെ നിരപരാധികൾ അവരൊന്നും ചെയ്യൂല. ഈ ഒരു സ്കൂൾ എക്സ്പീരിയൻസ് നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു എന്താ പറയുക സീക്രട്ട് ഡിറ്റക്റ്റീവ് കളി കളിച്ചതും നല്ല രസമുണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ മലയാളികളാണോ? അതെ, അല്ല മലയാളീസ് ഇല്ല. ബാംഗ്ലൂരിലാണ് ആക്ച്വലി കുറച്ച് മലയാളി കുട്ടികൾ വന്നിട്ട് ഞങ്ങൾ മലയാളം സംസാരിക്കാൻ തുടങ്ങിയത്. അതാണ് കുട്ടിക്ക് മലയാളം കറക്റ്റായി അറിയാതെ. കുട്ടി ഗോവയിൽ പുറത്ത് ഹൈദരാബാദിലേക്ക് പഠിച്ചതുകൊണ്ട് മലയാളം തൊടാ അറിയുള്ളൂ. ഇംഗ്ലീഷൊക്കെ ഫ്ലുവൻസി. നമുക്ക് ഭയങ്കര അസൂയ എനിക്കുള്ളൂ, കൊതിയാകുന്നുണ്ട്. ഇവിടെ അനിയനും ഒക്കെ ദില്ലി ഇത്ര പോകുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ്
നമ്മളിപ്പോഴും ഞാൻ 6ാം ക്ലാസ്സിൽ നിന്ന് പോയിട്ടാണ് മുഹമ്മദ് MEHMM മുഹമ്മദ് എന്ന് എഴുതാൻ പഠിച്ചത്. കാരണം അത്രപ്പോൾ നമുക്ക് ബേസിക് അടിത്തറ കിട്ടിയിട്ടില്ല. അടിത്തറ ഉണ്ടെങ്കിലല്ലോ അടിത്തറ പറഞ്ഞ സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല. അടിത്തറ മീൻസ് ബേസിക്, അതായത് നമ്മൾ ഒരു വീട് പണിയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അതിൻ്റെ തറയും അതിൻ്റെ ബെൽറ്റൊക്കെ ഉണ്ടല്ലോ. നല്ല ഫ്ലാറ്റിൻ്റെ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഇപ്പോൾ 16 എത്ര നില? 16 നില. ബിഗിനിങ് കിട്ടിയില്ല. ആ വീട് നല്ല രസമല്ലേ? അത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഏതൊരാള് ഒരു സ്പീച്ച് വായിക്കുമ്പോൾ അയാൾക്ക് ബിഗിനിങ് വായിക്കാൻ കിട്ടില്ല. And then he basically comes up ബിന്നിങ് എന്നിട്ട് അയാൾ വെയിറ്റ് എന്നിട്ട് ഇൻ ദ ബിന്നിങ് എന്നിട്ട് ലാസ്റ്റ് ഇനി ദ ബിന്നിങ്. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ കണ്ടു, പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് അത്ര അറിയാത്തതുകൊണ്ട് കഥ ഓടിയില്ല. പക്ഷെ പിന്നീട് ആരെ വായിച്ച് പറഞ്ഞത് നമുക്ക് മനസ്സിലായി. കാരണം നമുക്കത് ഞാൻ ആ ബിഗിങ് അങ്ങനെ തന്നെ വായിക്കാമെന്ന് വിചാരിച്ചു, തെറ്റിപ്പോരെന്ന് അറിയണ്ടേ. ഞങ്ങൾ സ്കൂളിൽ ഇപ്പോൾ അതാണ് സംഭവം. ഇംഗ്ലീഷ് ടീച്ചർ ഷീ കെയിം ക്ലാസ്സിൽ ബോർഡിൽ പോമിൻ്റെ ബിഗിനിങ്ങും എൻഡിൻ്റെയും മീനിങ്സ് എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ബേസിക്കലി ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല, പക്ഷെ ഞങ്ങൾ എല്ലാവരും ആ ഒരു ദിവസം രാവിലെ തൊട്ട് ഇനി ഇത് ബിഗിനിങ് തന്നെ പറഞ്ഞോണ്ടെന്ന്. ഞാനാണെങ്കിൽ ബൈ മിസ്റ്റേക്ക് മാം സോ ഇനി ഇത് ബിഗിനിങ് ഓഫ് ദ പോം എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. മാം നിർത്താതെ ചിരിക്കാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് പിന്നെ ചോദിച്ചു, പോമിൻ്റെ എക്സ്പ്ലനേഷൻ കൊള്ളത്തില്ല, അതോ എൻ്റെ അറ്റയറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമില്ല, ഇനിത് ബിഗിനിങ്ങിന് മാത്രമേ പ്രോബ്ലം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ സ്കൂളിൽ 10th ഗ്രേഡേഴ്സ് മൊത്തത്തിൽ ഇനിത് ബിഗിനിങ് അത് മാത്രമായി. ഇപ്പോൾ ബിഗിനിങ് ഒന്നും ഇല്ല, ഇനിത് ബിഗിനിങ്. ഫണ്ണി. സ്കൂളിൽ ഇപ്പോൾ ഹൊററുമായി ഫണ്ണിയായി. ഇനി എന്താണ്? സ്കൂളിലാണ് ആക്ച്വലി എല്ലാ തരത്തിലുള്ള മെമ്മറീസ് ഉള്ളത്. സ്കൂളിൽ ഈ പ്രേതം ഉണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുട്ടികളൊന്നും ചെയ്യാത്തൊരു പ്രേതമായിരുന്നു, നല്ല പ്രേതമായിരുന്നു. അതങ്ങനെ ആയിരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾ നിരപരാധികളാണ്, പിന്നെ പ്രേതങ്ങൾക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. പ്രേതം ഉണ്ടെങ്കിൽ ഞാനതിലൊന്നും വിശ്വസിക്കില്ല കേട്ടോ. പ്രേതം മണ്ണങ്ങട്ട് ഒരു തേടമുണ്ടില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. പേടിച്ച് പനിച്ച് വരുമ്പോൾ മനസ്സിലാവണ്ട. ഓക്കെ, അല്ല നമ്മൾ സിനിമയിലൊക്കെ പ്രേതം ഇതൊക്കെ സിനിമയിലൂടെ കാണുന്നു, അങ്ങനെ അല്ലാന്ന് വിചാരിക്കുന്നു. എക്സ്പീരിയൻസ് കിട്ടിയാൽ നല്ല രസമുണ്ടാവും. ബുക്ക് ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തോ? ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ മലയാളം ഞാൻ ചെയ്തിരുന്നു, ഇംഗ്ലീഷ് എനിക്കല്ല. എന്താണ് ഹാൻഡ്സ് ദ വോളിയം ഓഫ് ദ എയർ കണ്ടെയ്നേഴ്സ്? എൻ്റെ അർത്ഥം എന്താ? ഇൻ ദ മോഡൽ ദാറ്റ് റേച്ച് മേഡ് 66 സെൻറ്റിമീറ്റേഴ്സ് അല്ലേ? പിന്നെ മലയാളം കൂടെ പറയും. ഓക്കെ, സോ റേച്ചിലുണ്ടാക്കിയ മോഡലിൻ്റെ ഉള്ളിലത്തെ റീച്ചിലുണ്ടാക്കിയ മോഡൽ, അതായത് ജാവ ഇസ് എ സിമ്പിൾ പവർഫുൾ, ഭയങ്കര പവർഫുൾ അല്ലേ? അഞ്ജലിക്ക് മനസ്സിലാവുണ്ടോ പറയണേ? മനസ്സിലായില്ലേ പറയണം? എല്ലാവരും കേൾക്കണം. അതേമാതിരി ഇത് അതേമാതിരി തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ അർത്ഥം ബിഗിനിങ്. ഫാസിലാൻഡ് എവിടെ ദില്ലുടെ കാരണമാണ് കേട്ടോ. ഷാഫി അങ്കിൾ ബിക്കേം ഫാസി അങ്കിൾ, ഫാസിൽ ആൻറ്റി ബിക്കേം ഷാഫി ആൻറ്റി. ഷാഫിൽ ആൻറ്റി അതായത് ദില്ലു പറഞ്ഞ ചെറിയ മോള് എന്നെ വന്ന ഉടനെ ഷാഫി അങ്കിൾ വിളിച്ചു, ഫാസില ആൻറ്റിന്ന് വിളിച്ചു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞ നേരെ തിരിഞ്ഞു പോയി, ഫാസി ആൻറ്റി ആയി. ഫാസി അങ്കിൾ ഞാനും ഷാഫി ആൻറ്റി ഫാസിലാനെ ഇപ്പോൾ തിരിച്ച മറിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കായി ഉറങ്ങി, നല്ല ഉറക്കത്തില്ല. സമയം എത്രയായി? 1 മണി. എന്തായാലും ഒരുപാട് സന്തോഷം. പത്തിരി ശരിയാവത്തില്ല, കുറച്ച് സമയം എടുക്കും. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതിലേക്കും ടാറ്റാ, ബൈ.